വരണം. ഡാനിയൽ അകത്തുണ്ട്. അന്ന് നിങ്ങൾ വന്നപ്പോഴ് അങ്ങനെയൊക്കെ പറയാനാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ്. എല്ലാത്തിലും ഒരു മടുപ്പ്. കണ്ണ് ഭേദമായ? ഓ, കുറേശ്ശെ കാണാം. എങ്കിലൊരു മൂടലുണ്ട്. ഇരിക്കണം. നിങ്ങൾ അയച്ചു തന്ന മാസികയിലെ ലേഖനം എവള് വായിച്ച് കേൾപ്പിച്ച് ആ കാലം ഓർമ്മപ്പെടുത്താനും തേടി വരാനും ഒരാളുണ്ടായല്ല എന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതാണ് കാണണമെന്നും പറഞ്ഞ് എഴുത്തയച്ചത്. അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. വിഗതകുമാരൻ്റെ പ്രദർശനം അലങ്കോലമായതുവരെയല്ലേ അന്ന് എന്നോട് മേഡം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ജീവിതം കൂടി അറിയാനുണ്ടല്ലോ എനിക്ക്. ആ മാസികയിൽ സത്യനെ കുറിച്ച് എഴുതിയതും വായിച്ചു. അയാള് ഞങ്ങളെ കൂട്ടക്കാര് തന്നെ, നാടാര്. അയാൾ സിനിമയിൽ കയറുന്നതിന് മുമ്പ് പോലീസിലായിരുന്നപ്പോൾ ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. അന്ന് വിഗതകുമാരനെ കുറിച്ച് എൻ്റെ കൂടി കേൾക്കുകയും ചെയ്ത്. നീലക്കുയിൽ കളിക്കുമ്പം ഞാൻ ദാനിയലിൻ്റെ കൂടി പറഞ്ഞതാണ് തിരുവനന്തപുരത്ത് പോയി ആ പടം ഒന്ന് കാണാമെന്ന്. സമ്മതിച്ചില്ല. ഇപ്പം നാട്ടിൽ നിറയെ പടങ്ങൾ കളിക്കുന്നുണ്ടല്ലേ? അതെ, ചെമ്മീൻ 100 ദിവസം ഓടിയിട്ടും പിന്നെയും കളിച്ചോണ്ടിരിക്കുകയല്ലേ. പോരാത്തതിന് അവാർഡുകൾ. അതിൽ നടിച്ച ഷീലയെ പറ്റി മക്കള് പറയുന്ന കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലം പോയല്ലേ. ഇപ്പം നായരായാലും ക്രിസ്ത്യാനി ആയാലും പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ നടിക്കല്ലേ സിനിമയിൽ. അന്ന് നായികയായിരുന്ന റോസി ഇപ്പം എവിടെയുണ്ടെന്ന് ഡാനിയൽ സാറിന് അറിയാം. ജാതിവെറിയന്മാരടിച്ചു ഓടിച്ചതല്ലേ ആ പാവത്തിനെ. നടിച്ച വേഷം സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം കൂടി കിട്ടിയില്ല അവർക്ക്. മാടമ്പികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന വഴി ഒരു ലോറിയുടെ മുമ്പിൽ പെട്ടെന്നും നാഗർകോവിലിലേക്ക് ചരക്കുമായിട്ട് പെയ്യിരുന്ന ലോറിയുടെ ഡ്രൈവർ ഒരു കേശവപിള്ള രക്ഷപ്പെടുത്തിയെന്ന് വന്ന് കേട്ടായിരുന്നു. പിന്നെ അയാളെ കല്യാണം കഴിച്ച് രാജമ്മാളെന്ന് പേരും മാറ്റി നാഗർകോവിലെങ്ങാണ്ടുണ്ടെന്ന് ഒരിക്കൽ ജാൻസൺ വന്നപ്പോൾ പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് കാലം മുമ്പാണ്. ഇപ്പൊ ഉണ്ടാ ഇല്ലേ ഒന്നും അറിഞ്ഞൂടാ. വിഗതകുമാരന് പിന്നെ എന്താ സംഭവിച്ചത്? ഡാനിയൽ സാർ പിന്നെന്താ ഒരിക്കലും സിനിമ എടുക്കാഞ്ഞത്? ജാനറ്റെ, ഇയാൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ഇട്. ഇപ്പൊ വേണ്ട. എങ്കിൽ നമുക്ക് അമുക്ക് വരെ ഒന്ന് പെയ്യിട്ട് വന്നാലാ. അന്നത്തോടെ ക്യാപിറ്റോളിലെ കളി നിർത്തി. പിന്നെ തൃശവപ്പേരൂര് കാട്ടൂക്കാരൻ്റെ കൊട്ടകയിലും ആലപ്പുഴയിലും തലശ്ശേരിയിലും ഒക്കെ 1-2 ദിവസങ്ങൾ വെച്ച് കളിച്ച് ആളുകൾ അധികമൊന്നും കാണാൻ വന്നില്ല. അവിടെയും ഉണ്ടായി ബഹളവും പ്രശ്നങ്ങളും. തിരുവനന്തപുരത്തെ അതേ കാരണങ്ങൾ തന്നെ. അതോടെ സിനിമ പെട്ടിയിലായി. സാമ്പത്തിക പ്രശ്നങ്ങളും പരിചയക്കാരോട് വാങ്ങിച്ച കടങ്ങളും ഒക്കെ കൂടെ നിക്കക്കളിയില്ലാതായപ്പോൾ സ്റ്റുഡിയോ അടച്ചു പൂട്ടി തിരുവനന്തപുരത്തെ വീടും വിറ്റ് ഇവിടെ അഗസ്തീശ്വരത്തോട്ട് വന്നു.